ശ്രീ ജോർജ് പുടിവാറ, ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച BR അംബേദ്കർ പോലും പാർലമെന്റിൽ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ സാമൂഹ്യനീതി നടപ്പാകാതെ സമത്വം ഉണ്ടാകില്ല എന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളില്ല എന്നും ഞാൻ തന്നെ ഭരണഘടന കത്തിക്കുമെന്ന് പറയുകയും അതന്ന് വിവാദമാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എന്താണ് താങ്കൾ ഏറ്റവും ഗൗരവത്തിലുള്ളതായി കാണുന്നത്? ഭരണഘടന വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിലൊരു മതഗ്രന്ഥം, ഒരു പുണ്യഗ്രന്ഥം എന്ന രൂപത്തിൽ താങ്കൾ അതിനെ കാണുന്നുണ്ടോ? അതോ ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കോടതി ഉത്തരവിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെയാണോ ഗൗരവത്തിൽ കാണേണ്ടത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്, ശ്രീ ജോർജ് പുടിവാറ? ഈ ഭരണഘടന എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വിശുദ്ധ വേദപുസ്തകം പോലെ ഒന്നും കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് വസ്തുത. കാലാനുസൃതമായിട്ട് കാലത്തിനനുസരിച്ച് ഭരണഘടന നവീകരിക്കപ്പെടുകയും പുതിയ ഈ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വിദഗ്ധരെ ചേർന്ന് ആ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉള്ള ഒരു ജീവിത സാഹചര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യമോ ലോക സാഹചര്യമോ ഒന്നുമല്ല ഇന്ന് നിലവിലുള്ളത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഭരണഘടന സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങളുണ്ടല്ലോ. ഈ മൂല്യങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇവിടെ ഒരു മന്ത്രി എന്നുള്ളതിൽ എല്ലാവരും പറഞ്ഞത് പല കാര്യങ്ങളും, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഇരിക്കുന്ന ആ പോസ്റ്റ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ കുറെ കൂടി അത് നമുക്ക് ന്യായീകരിക്കാം. കാരണം അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായപ്പെടാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു പുച്ഛസ്വരത്തിൽ ഇപ്പൊ കുന്തം കുടച്ചക്രം പോലെയുള്ള പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ അടിച്ചു മാറ്റിയതാണ്. നമ്മുടേതായിട്ട് ഒന്നുമില്ല തുടങ്ങി ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഒരു മന്ത്രി, അദ്ദേഹം ഈ സംവിധാനം അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി സംരക്ഷിക്കാൻ, ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിക്കുമെന്ന് സത്യവാചകം ചൊല്ലുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ ഇതിനെ ഈ രീതിയിൽ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ തീരെ നിസ്സാരമാക്കി തള്ളുകയോ ചെയ്യുന്നത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് നിലവിലുള്ള നിയമപ്രകാരം, ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയമപ്രകാരം തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ താല്പര്യത്തിനൊപ്പമല്ല യഥാർത്ഥത്തിൽ ഭരണഘടന എന്നുള്ളത് ഒരു CPM വിമർശനമാണ്, കമ്മ്യൂണിസ്റ്റ് വിമർശനമാണ്. അങ്ങനെ ആകേണ്ടതുണ്ട് എന്ന് CPM പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്. അതിന്റെ ഭാഷയിൽ വന്നിരിക്കുന്ന കുഴപ്പം, ഭാഷയിലെ അപജയം, അതാണോ വിമർശിക്കുന്നത്? അതോ ആ വിമർശനമേ പാടില്ല എന്നാണോ? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആഴത്തിൽ പോകേണ്ട ഒരു കാര്യമാണ്. അതായത് സത്യത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നതിലെ പ്രശ്നം അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ജനാധിപത്യത്തിലും അതുപോലെ തന്നെ ഈ പാർലമെന്ററി സമ്പ്രദായത്തിലൊന്നും വലിയ വിശ്വാസമില്ല. അവര് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു മാർഗമില്ലാതെ അവരിതിനോട് പൊരുത്തപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും പാർലമെന്ററി സംവിധാനത്തിലും ഒക്കെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവരൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്, ഒരു മാനസിക പ്രതിസന്ധി. അവരാഗ്രഹിക്കുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. ആ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവത്തിലൂടെ സംഭവിക്കുന്നതാണ് പലയിടത്തും. പക്ഷെ ഇവിടെ അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ നിലവിലുള്ള സംവിധാനമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ അവർ അസംതൃപ്തരാണ്. കാരണം ആ പാർട്ടി അധികാരത്തിൽ വന്നാലും ആ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സാമൂഹ്യ സംവിധാനത്തെ മാറ്റാൻ പറ്റില്ല. അപ്പോഴേക്കും ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ വരുന്നു. ആ ഭരണഘടനാപരമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല കോടതികൾ ഇടപെടുന്നു, പലതരം കോടതി സംവിധാനങ്ങൾ, സാധാരണ കോടതി, അതുപോലെ തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം ഇടപെടുന്നു. ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പലപ്പോഴും അധികാരത്തിൽ വരുമ്പോൾ വലിയ അസൗകര്യമായിട്ട് തോന്നുന്നുണ്ട്. അത് അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ആ പ്രത്യയ ശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള ബഹുകക്ഷി സമ്പ്രദായങ്ങളൊന്നുമില്ല. അവിടെ അവർ വിചാരിക്കുന്നതെന്തോ അത് മാത്രമാണ് ശരി, അവർ വിശ്വസിക്കുന്നതെന്തോ അത് മാത്രമാണ് ശരി എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അത് ലോകത്ത് എവിടെ കമ്മ്യൂണിസം വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം അങ്ങനെ കരുതുന്നത് അതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, മറ്റ് ഗവൺമെന്റ് തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കോടതികളെ സമീപിക്കുക, ഈ വക കാര്യങ്ങളൊന്നും അനുവദിക്കുന്ന ഒരു സാധനം അല്ലല്ലോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മന്ത്രി സജി ചെറിയാന്റെ ഉള്ളിൽ കടന്നും ഇത് കാലങ്ങളായിട്ട് തിളയ്ക്കുന്നുണ്ടാവും.
അപ്പോ ഇതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ തേട്ടിപ്പോയതാ. അദ്ദേഹം ഇത്ര ഗൗരവമുള്ള പ്രശ്നമാണെന്നൊന്നും അല്ല. ഇപ്പൊ ഈ കുന്തം കുടച്ചക്രമൊക്കെ പറഞ്ഞത് ഒരു ആലങ്കാരികമായിട്ട് അങ്ങ് പറഞ്ഞു പോയതാ. അത് ഒരു നാട്ടുപ്രയോഗം എന്നുള്ള നിലയ്ക്കൊക്കെ വേണമെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് ഞാൻ ഇതിനെ ഗൗരവമായിട്ട് കാണുന്നത്, ഇത് സമ്പന്നർക്ക് വേണ്ടി പാവങ്ങളെ ചൂഷണം ചെയ്യാൻ എഴുതി പിടിപ്പിച്ച ഒരു സാധനമാണ്. അത് ഇത്തിരി കടന്ന കയ്യാ. മാത്രമല്ല, ഇത് തൊഴിലാളി വർഗത്തിനെ കൊള്ളയടിക്കാൻ, അവരുടെ മൗലിക അവകാശങ്ങൾ, അവരുടെ സമരം ചെയ്യാനുള്ള അവകാശം പോലും, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മൗലിക അവകാശങ്ങളെ അംഗീകരിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷത്തിന്, സമ്പന്നരായ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമോ അതിനെല്ലാം സൗകര്യവും സാഹചര്യവും ഒരുക്കുന്ന ഒരു സാധനമാണ് ഈ ഭരണഘടന എന്ന് പറയുന്നിടത്ത്, ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് അത് സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പുകൊടുത്ത് അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് അത് പറയാൻ കൊള്ളുന്ന കാര്യമല്ല. അത്രയെങ്കിലുമൊക്കെ സൂക്ഷ്മതയും ജാഗ്രതയും ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുലർത്തേണ്ടതുണ്ട്. ഒരു സാധാരണ പാർട്ടി നേതാവ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പാർട്ടി യോഗത്തിൽ പറയുന്ന പോലെ അല്ല. ഇത് സ്വാഭാവികമായിട്ടും അല്പം കൂടി ഒരു മന്ത്രി സൂക്ഷിക്കേണ്ടതുണ്ട്. ആ സൂക്ഷിക്കാത്തതിനുള്ള തെറ്റാണ്, അല്ലെങ്കിൽ അതിന്റെ വിലയാണ് അദ്ദേഹം കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചു. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു, അത് ലോകം മുഴുവൻ കേട്ടതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ആ പ്രസംഗത്തിൽ അത് അന്വേഷിക്കാൻ നിയുക്തനായ വ്യക്തി, ആ പോലീസ് ഓഫീസർ, അവിടെ അന്വേഷിച്ചത് ആരോടാ? ആ വേദിയിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴിയെടുത്തിട്ട് ആ മൊഴികളിൽ സ്വാഭാവികമായിട്ട് അവരെന്താ പറയാ? ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അദ്ദേഹം വേണ്ടാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ ഒന്നും മൊഴി എടുത്തിട്ടില്ല, ആ മൊഴി ഒന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു റെഫറൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതെന്ത് അന്വേഷണമാണിത്? അത് വെച്ച് നോക്കുമ്പോൾ, ആ ഉദ്യോഗസ്ഥൻ ചെയ്ത അതിനെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ സാധ്യത അടയും, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ല. ഈ നിഷ്പക്ഷതയും നീതിപൂർവകവും ഉദാത്തമായ നീതിബോധത്താൽ പ്രചോദിതനായിട്ടൊന്നും അല്ല. പാർട്ടി ആവശ്യപ്പെട്ടു, രാജിവെച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാധ്യമപ്രവർത്തകരായ നമ്മൾക്കെങ്കിലും വ്യക്തമായിട്ട് അറിയാം. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞല്ലോ. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്താ? ഈ അടുത്ത കാലത്ത് വരുന്ന പല അന്വേഷണങ്ങളിലും നമ്മൾ കാണുന്നതാ. യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലിട്ട് അടിച്ച് ഗൺമാൻ ആക്രമിച്ച് തലയടിച്ച് പൊളിച്ചാലും അന്വേഷണം നടത്തുമ്പോൾ അതിൽ ഒരു തെളിവുമില്ല, ആരുടെയും മൊഴിയെടുക്കുന്നില്ല, ഒരു ഫോറൻസിക് റിപ്പോർട്ടും ഇല്ല, ഇത് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നില്ല, ശബ്ദ പരിശോധന നടത്തുന്നില്ല. ഇതൊന്നും ചെയ്യാതെ വളരെ ഏകപക്ഷീയമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നതെന്തോ ആ രീതിയിൽ കാര്യങ്ങളെ ചെയ്യുകയാണ്. എന്നിട്ട് ഇപ്പൊ സജി ചെറിയാൻ അടക്കമുള്ള അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ വാദം കേട്ടില്ല, അദ്ദേഹത്തെ കോടതി കേട്ടില്ല. കോടതി അദ്ദേഹത്തെ കേൾക്കണേ അദ്ദേഹം കക്ഷിയേരുണ്ട് അതിനകത്ത്, അത് ചേർന്നിട്ടില്ലല്ലോ. അപ്പൊ എന്റെ അഭിപ്രായത്തില് അദ്ദേഹം അന്ന് കാണിച്ച ഉദാത്തമായ നീതിബോധവും ഉന്നതമായ ധാർമ്മിക ബോധവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് പറയുമ്പോൾ, അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ചെയ്യാവുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ആ നീതിബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കുക എന്നുള്ളതാണ്. അതിന് ഇനി പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി രാജിവെച്ച് ഒരു പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു കലാപത്തിനോ ഒന്നും സാധ്യത കൊടുക്കാതെ, പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുക്കാതെ, ഈ വിഷയത്തിൽ ഞാൻ ഒരിക്കൽ രാജിവെച്ചതാണ്, ഇനിയും രാജിവെക്കാൻ എനിക്ക് മടിയില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചാൽ സജി ചെറിയാൻ കുറച്ചുകൂടി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയായിരിക്കും. അത് ഒഴിവാക്കുന്നതാണ് ബുദ്ധിയും ഭംഗിയും ന്യായവും സത്യവും. ശരി, ഒരു മിനിറ്റ്. Debate with Smriti Parithikar.